എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നത്? ശരണം വിളിയെ കേൾക്കുന്നുണ്ടല്ലോ. ശബരിമലയിൽ പോകുന്നവരായിരിക്കും. അല്ല, ഇത് നമ്മുടെ ഗുരുവായൂരിലെ ഗോകുലം സ്കൂളിന്റെ ഫ്രണ്ടാണല്ലോ. ഇവിടെ ഇപ്പോ എന്തിനിപ്പോ ശരണം വിളിക്കുന്നത്? ഇതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നല്ലേ. കാര്യം ഞാൻ പറഞ്ഞുതരാം. അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ശബരിമലയിൽ പോകാൻ വേണ്ടി മാലയിട്ടു. ആചാരത്തിന്റെ ഭാഗമാണ്, നല്ല കാര്യം. എന്നാൽ സ്കൂൾ അനുവദിച്ചിട്ടുള്ള യൂണിഫോം അല്ലാതെ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി സ്കൂൾ വരികയും സ്കൂൾ മാനേജ്മെന്റ് 10 ദിവസമായി ആ കുട്ടിയെ സ്കൂൾ പ്രവേശിപ്പിച്ചില്ല എന്നാണ് പൊതുവെ പറയുന്നത്. കുട്ടിക്ക് പരാതിയില്ല, അവരുടെ മാതാപിതാക്കൾക്കും പരാതിയില്ല. എങ്ങനെ പരാതിപ്പെടും? ഇതിന് മറുപടി ഞാനല്ല, നമ്മുടെ സുരേണ്ണം പറയട്ടെ. പറയണ നമ്മളൊക്കെ നീതിക്കും ന്യായത്തിനും വേണ്ടി ശബ്ദിക്കുന്നവരല്ലേ. അണ്ണന്റെ നിലപാടങ്ങോട്ട് പറ, പൊതുജനം കേൾക്കട്ടെ. എന്നിട്ട് അങ്ങോട്ട് നിങ്ങളുടെ രോമം അങ്ങോട്ട് എണീക്കട്ടെ. പറയണ മുല്ലാക്കന്മാർ 5-6 സ്കൂളിൽ തുടങ്ങട്ടെ. എന്നിട്ട് മുല്ലാക്കന്മാരുടെ മക്കൾ അതുപോലെ പോട്ടെ. എൻ്റെ മക്കളെ തലയിൽ ഒരു കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നാളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നടക്കും? ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കും? MBS സമ്മതിക്കും? ക്രിസ്ത്യൻ സമൂഹം സമ്മതിക്കും? പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതസ്വാതന്ത്ര്യം, അവർക്ക് പള്ളിയിൽ പോവാം, അവർക്ക് ആരാധന നടത്താം. ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക. അതല്ലേ നമ്മളെല്ലാം ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ ഹിന്ദു വേഷധാരിയായിട്ട് എൻ്റെ മക്കളെ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ. സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സുരേണ്ണം പറഞ്ഞാണ് നിലപാട്. അതിലൊരു മാറ്റവും ഇല്ല. അണ്ണന്റെ വാക്ക് അങ്ങനെ തന്നെയാണ്. ഇതൊരു മുസ്ലിം സ്കൂളെങ്ങാണ് ആയിരുന്നെങ്കിൽ എൻ്റെ അല്ലോ എന്തൊക്കെ പുകല് കേൾക്കേണ്ടി വന്നേനെ. ഇതിപ്പോ നമ്മുടെ ഗോകുലം സ്കൂളല്ലേ, എന്തു പറയാനാ. മധുരിച്ചിട്ടാണെങ്കിൽ തുപ്പാനും വയ്യ, കഴിച്ചിട്ടാണെങ്കിൽ ഒട്ട് ഇറക്കാനും വയ്യ. നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം മറന്നുപോയി. ആ പള്ളുരുത്ത് സ്കൂളിലെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, മറ്റേ ഇംഗ്ലീഷ് തൊണ്ടയ്ക്ക് കുടുങ്ങി പ്രയാസപ്പെട്ട ആ ടീച്ചർ, അവരെ കാണുകയാണെങ്കിൽ ഗുരുവായൂരിൽ ഒരു പുതിയ അഡ്മിഷൻ വരുന്നുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരട്ടോ. ഒരു സാധു പെൺകുട്ടി യൂണിഫോമിൽ യാതൊരു മാറ്റവും വരുത്താതെ തലയിൽ ഒരു തട്ടം ധരിച്ചതിന്റെ പേരിൽ അവളെ പുറത്താക്കി ആക്ഷേപിച്ചവർക്ക് മുമ്പിൽ തന്നെ, അവർക്കിടയിൽ തന്നെ പൂർണ്ണമായും യൂണിഫോം ഒഴിവാക്കി ഒരു കുട്ടി സ്കൂളിലേക്ക് വന്നപ്പോ ആ സമരം കാണിക്കാനുണ്ടായ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, അതിനോട് നമോഭാഗം. വല്ലാതങ്ങ് മുഖം കെടുന്നുണ്ടല്ലേ. കാലം മറുപടി പറയാത്തതൊന്നും ഇല്ല.